ജയരാജന്റെ വെളിപ്പെടുത്തലുകൾ എന്ന് തന്നെ പറയാം. ഇത് കേരള സമൂഹം ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണെങ്കിലും ഇപിയുടെ ആത്മകഥയിലൂടെ ഇത് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും CPM ഇതിൽ പ്രതിരോധത്തിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ സരിന്റെ കാര്യവുമാണ് ഏറ്റവും ഒടുവിലത്തേത് എങ്കിൽ പോലും അതിന് തൊട്ട് മുൻപ് ഇപിക്ക് എങ്ങനെയാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നത്, അതിലേക്ക് നയിച്ച പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കേരളത്തിന്റെ BJP പ്രഭാരി പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച, അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ ഈ പുസ്തകത്തിൽ EP ജയരാജൻ നൽകുകയാണ്. നേരത്തെ അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ കൂടി ഇതിൽ പാർട്ടിയുടെ അല്ലെങ്കിൽ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിനെ കുറിച്ചും അദ്ദേഹം പറയുന്നു. പാർട്ടിയുടെ ഒരു നടപടി തനിക്കെതിരെ ഉണ്ടായി എന്ന രീതിയിൽ തന്നെയാണ് EP പറയുന്നത്. താൻ പറഞ്ഞത് പാർട്ടി വിശ്വസിച്ചില്ല, പാർട്ടി തന്നോടൊപ്പം നിന്നില്ല, പാർട്ടി സെക്രട്ടേറിയറ്റ് തന്നെ മാറ്റുവാൻ തീരുമാനിക്കുന്നു, അത് കേന്ദ്ര കമ്മിറ്റിയിലായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ ആ കൂടിക്കാഴ്ച എന്തായിരുന്നു എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടണം എന്ന രീതിയിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ എന്നെ വന്ന് കണ്ടത് വിവാദമാക്കിയതിനെ കുറിച്ചാണ് പറയുന്നത്. നേരത്തെ വിശദീകരിച്ചതാണെങ്കിലും വീണ്ടും ആവർത്തിക്കട്ടെ എന്ന് EP പറയുകയാണ്. ദല്ലാൽ നന്ദകുമാറിനൊപ്പം ജാവ്ദേക്കർ തിരുവനന്തപുരത്തെ മകന്റെ ഫ്ളാറ്റിലേക്ക് വന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. തീർത്തും അവിചാരിതവും അപ്രതീക്ഷിതവുമായിരുന്നു ആ വരവ്. എന്റെ മകന്റെ ഫോണിലേക്കാണ് ജാവ്ദേക്കർ വിളിച്ചത്. വരുന്നതിന് തൊട്ട് മുൻപാണ് വിളിച്ചത്. അച്ഛൻ അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു ജാവ്ദേക്കർ. അല്പനേരം കഴിയും മുമ്പ് നേരത്തിനുള്ളിൽ അവർ ഫ്ളാറ്റിലെത്തുന്നു. ഞങ്ങൾ ഈ വഴി പോവുകയാണ് എന്നും ഒന്ന് കണ്ടുപോകാമെന്ന് കരുതിയാണ് വന്നതെന്നും പറഞ്ഞു. BJPയുടെ കേരള പ്രഭാരി ചുമതല ഏറ്റെടുത്ത ശേഷം എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായുള്ള അനൗപചാരിക കൂടിക്കാഴ്ച എന്നാണ് ജാവ്ദേക്കർ പറഞ്ഞത്. സമാനമായി ബിനോയ് വിശ്വം, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങി പലരെയും കണ്ടതായും ജാവ്ദേക്കർ പറഞ്ഞു. ഏതാണ്ട് 5 മിനിറ്റിൽ കൂടുതൽ ആ കൂടിക്കാഴ്ച നീണ്ടുനിന്നില്ല. രാഷ്ട്രീയമെന്നല്ല ഒരു പൊതു കാര്യവും ചർച്ച ചെയ്തിട്ടുമില്ല. വീട്ടിലേക്ക് വന്ന ഒരാളോട് ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞില്ല, മറിച്ച് അങ്ങനെ ആര് വന്നാലും സ്വീകരിക്കുക എന്ന ആതിഥ്യ മര്യാദ കാട്ടുകയും ചെയ്തു. ഇതാണ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു രാഷ്ട്രീയവും ചർച്ച ചെയ്തില്ല, പക്ഷേ ഇക്കാര്യത്തിൽ പാർട്ടി തന്നെ വിശ്വസിച്ചില്ല എന്നുള്ള കാര്യം EP ജയരാജൻ പറഞ്ഞു വെക്കുകയാണ്. അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കാര്യവുമാണ്. അന്നും ഇത്തരത്തിലുള്ള ഒളിയമ്പുകൾ EP ജയരാജൻ എഴുതുന്നതാണ്, പക്ഷേ ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹം ഇക്കാര്യം പറയുകയാണ്. ഇവിടെ അഭിലാഷ്, എന്തായാലും രാഷ്ട്രീയ കേരളം വരും മണിക്കൂറുകളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പുസ്തകം ആയിരുന്നു. ആ പുസ്തകത്തിന്റെ പ്രകാശനം ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും മഞ്ജുഷ ഇതിന്റെ ഉള്ളടക്കം പൂർണ്ണമായും ഇപ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്താൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വിഷയങ്ങൾ ആണ് EP ജയരാജൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്, എന്തൊക്കെ വിമർശനങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നത് അറിയേണ്ടതാണ്. മാത്രവുമല്ല ഇത് പ്രസാധകർ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് പ്രസാധകരുടെ വിശദീകരണം വരുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഉയർത്തിക്കാട്ടുന്നത്, ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്. മറിച്ച് ഇങ്ങനെയൊരു കരാർ, അതായത് സാധാരണ നിലയിൽ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ ആത്മകഥയ്ക്കുള്ള കരാർ DC ബുക്സ് സ്വന്തമാക്കേണ്ടതാണ്. അങ്ങനെ ഒരു കരാറില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പുസ്തകം തയ്യാറാക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെച്ചിട്ടുണ്ട്. നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം എന്നത് മാത്രമാണ് DC ബുക്സിന്റേതായി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നിട്ടുള്ള വിശദീകരണം. ഉള്ളടക്കത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പുസ്തകം പ്രസിദ്ധപ്പെടുത്തുമ്പോൾ വ്യക്തമാകുന്നതാണ് എന്നുകൂടിയാണ് DC ബുക്സ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. കട്ടൻ ചായയും പരിപ്പുവടയും എന്ന പുസ്തകത്തിന്റെ പ്രസാധനം നിർമ്മിതിയിലുള്ള സാങ്കേതിക പ്രശ്നം മൂലം കുറച്ചു ദിവസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഈ പുസ്തകത്തിനകത്തെ ഉള്ളടക്കം എല്ലാം ഇപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അടക്കമൊക്കെ ഉള്ളടക്കം പുറത്തു വരുമ്പോൾ എന്തൊക്കെയാണ് EP ജയരാജൻ പറഞ്ഞു വെച്ചത് എന്നത് വ്യക്തമാണ്. നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം ആയിരുന്നു CPM-നെ ഏറെ പ്രതിരോധത്തിലാക്കിയ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച. കേരളത്തിന്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി CPM-ന്റെ സമുന്നതനായ നേതാവ് കൂടിക്കാഴ്ച നടത്തി എന്ന ബോംബ് അന്നാണ് വലിയ തോതിൽ. പക്ഷേ അന്നത്തെ ബോംബിന്റെ ബാക്കിയാണ് ഇവിടെ പൊട്ടിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ച, അതിന്റെ ബാക്കി കാര്യങ്ങളും അദ്ദേഹം വിശദീകരിച്ചതിന് ശേഷം അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിവസം താൻ തുറന്നു പറഞ്ഞത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് സത്യമായിട്ട് താൻ തുറന്നു പറയുകയായിരുന്നു. അതിൽ പാർട്ടിയെ പ്രതിരോധിക്കുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് പാർട്ടിയെ ദുർബലമാക്കുന്ന രീതിയിലായിപ്പോയി എന്നുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അത് പക്ഷേ പിന്നീട് തനിക്കെതിരെയുള്ള ഒരു നടപടിയുടെ രൂപത്തിലായിപ്പോയി എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയാണ്. എന്നാൽ പിന്നീട് നടന്ന
ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് എന്നെ മാറ്റുവാനായിട്ടുള്ള തീരുമാനം വന്നത്. അതിനു മുൻപ് ചേർന്ന ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു അത്രേ. ആ യോഗത്തിൽ പക്ഷേ ഞാൻ പങ്കെടുത്തിരുന്നില്ല. ഇക്കാര്യത്തിൽ എനിക്കുണ്ടായ പ്രയാസം മറച്ചുവെക്കുന്നില്ല. അതായത് ഇക്കാര്യത്തിൽ പാർട്ടിയിൽ നിന്നുണ്ടായ, അതായത് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഈ നടപടിയിൽ എനിക്കുണ്ടായ പ്രയാസം മറച്ചുവെക്കുന്നില്ല. അതേതെങ്കിലും പദവി നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു പ്രയാസമായിരുന്നില്ല. എന്നെ ഈ വിഷയത്തിൽ എന്റെ പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ് എനിക്കുള്ള പ്രയാസത്തിന് കാരണം. മാത്രമല്ല, ഞാൻ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഞാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്ത് അന്തിമ തീരുമാനം അവിടെയാണ് ഉണ്ടാകേണ്ടത്, കേന്ദ്ര കമ്മിറ്റിയിലാണ് ഉണ്ടാകേണ്ടത്. ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ കേന്ദ്ര കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. വിപ്ലവ് പാർട്ടിയുടെ എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ ഇതിൽ കൂടുതൽ ഇക്കാര്യം പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നില്ല, അത് പൊതുസമൂഹത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇതേക്കുറിച്ച് EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രകാശ് ജാവദേക്കറുടെ വിഷയത്തിൽ പാർട്ടി തന്നെ വിശ്വസിച്ചില്ല എന്നുള്ള പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. TG സജിത്ത് കൂടി ചേരുകയാണ്. സജിത്ത്, ഒട്ടേറെ വിഷയങ്ങളിൽ സമകാലിക രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത, കേരള രാഷ്ട്രീയത്തിൽ, CPM രാഷ്ട്രീയത്തിൽ, LDF രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങൾ അത് EP ജയരാജൻ ആത്മകഥയിലൂടെ വ്യക്തമാക്കുകയാണല്ലോ. ഇത് ആത്മകഥയല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ ഇങ്ങനെ ഒരു ആത്മകഥ എഴുതുമോ എന്ന് തിരിച്ചു ചോദിക്കുന്നു. DC പുസ്തക പ്രകാശനം നിർത്തിവെക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ പുസ്തകത്തിൽ, ഈ പുറത്തു വന്ന വരികളിൽ ഉള്ള കാര്യങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഏറ്റവും ഒടുവിൽ സരിന്റെ കാര്യത്തിന് തൊട്ടുമുമ്പ് സംഭവിച്ച ജാവദേക്കർ വിഷയം പോലും. തീർച്ചയായും മഞ്ജുഷ, ഒരുപക്ഷെ ഒരു പുസ്തകം അതിന്റെ പ്രകാശനം ഇത്ര അധികം വിവാദത്തിൽപ്പെടുന്നത് ഇതൊരു സമീപകാലത്ത് ആദ്യത്തെ സംഭവമാവും. കാരണം ആ പുസ്തകത്തെ തള്ളിപ്പറയുന്നത് അതിന്റെ എഴുത്തുകാരൻ തന്നെയാണ്. ആ പ്രസാധകർ അതുമായി ബന്ധപ്പെട്ട വാദമുഖമായി മുന്നോട്ട് വരുമ്പോഴും അതിനെ തള്ളിപ്പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് DC-യുടെ വിശദീകരണമാണ്. DC അതിൽ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഉള്ളടക്കത്തിൽ, അതിന്റെ നിർമ്മിതിയിൽ ചില സാങ്കേതിക പിശക് സംഭവിച്ചു എന്ന കാര്യമാണ്. അത് നമുക്ക് ഏതു തരത്തിലും വ്യാഖ്യാനിക്കാവുന്ന തരത്തിലാണ് DC ഇക്കാര്യത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. അതുകൊണ്ട് ഉള്ളടക്കത്തിൽ വ്യക്തത പിന്നീടേ ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യവും DC ആവർത്തിക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങളിൽ നിലവിൽ ആ പുസ്തകത്തിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുസമൂഹത്തിന് മുന്നിലും എത്തുകയും ചെയ്തിട്ടുണ്ട്. ആ രാഷ്ട്രീയ വിവാദം ഈ തെരഞ്ഞെടുപ്പ് ദിവസം അതേ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. ഒടുവിൽ അതിന്റെ പ്രസാധകർ പിൻവലിയുന്നു എന്നതാണ് നിലവിൽ നമുക്ക് മുന്നിലുള്ള ചിത്രം. ഇനി ഇതിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ സംഭവിച്ചത് ഒരുപക്ഷെ EP ജയരാജൻ അദ്ദേഹത്തിന്റെ ബുക്ക് പ്രസിദ്ധീകരിക്കാൻ കാത്തിരുന്ന ദിവസം ഇന്നത്തെ ദിവസമായിരിക്കില്ല. അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ഈ വാർത്തകൾ പുറത്തു വരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അതിന് വ്യത്യസ്തമായി കാര്യങ്ങൾ സംഭവിച്ചത് കൊണ്ട് അദ്ദേഹം നിഷേധിച്ചതാവാം. എന്തായാലും ഇക്കാര്യത്തിൽ EP ജയരാജൻ പറയുന്ന വാദമുഖങ്ങൾ എന്തായാലും തൽക്കാലം നമുക്ക് അംഗീകരിക്കാം. കാരണം അദ്ദേഹത്തിന്റെ വാദം ഇങ്ങനെയാണ്, തന്റെ ബുക്ക് ഇങ്ങനെയല്ല എന്നത്. എന്നാൽ മറുവാദം ഉന്നയിക്കേണ്ട പ്രസാധകരാവട്ടെ ഇതുമായി ബന്ധപ്പെട്ട പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഒരു കരാർ ഉണ്ടാവും, സാധാരണ രീതിയിലാണ്. പക്ഷേ ആ കരാർ ഓൺ ചെയ്തുകൊണ്ട് മുന്നോട്ട് വരാൻ പ്രസാധകർ തയ്യാറാവുന്നുമില്ല. അപ്പോൾ സംഭവിച്ചത് എന്താ എന്ന കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഉള്ളടക്കം ഏറെക്കുറെ ഇത് തന്നെയാണ്. ആ ഉള്ളടക്കം പക്ഷേ ഇന്നത്തെ ദിവസം പുറത്തു വരാൻ ആഗ്രഹിച്ചില്ല എന്ന കാര്യമാണ്. ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തിലെ ഒരു പ്രധാനപ്പെട്ട സെന്റൻസ് നമുക്ക് കോട്ട് ചെയ്യാം. കാരണം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥികളെയും അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തെയും അത് കൃത്യമായി പരാമർശിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പുസ്തകം പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ചും ഈ പുസ്തകം പരാമർശിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസങ്ങൾക്ക് ശേഷം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു ഇതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇക്കാര്യത്തിൽ EP ജയരാജനെ വിശ്വസിക്കുവാൻ പ്രയാസമാണല്ലോ, ഇല്ലേ? കാരണം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം പോലും ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളതുകൊണ്ട്. അതുമാത്രമല്ല, 177 പേജുകൾ EP ജയരാജൻ എഴുതാത്ത, പറയാത്ത കാര്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞെഴുതിക്കുകയാണെങ്കിൽ അങ്ങനെ അല്ലാത്ത കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി DC അത് പുസ്തകത്തിന് പ്രകാശനത്തിന് വേണ്ടി തയ്യാറായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണല്ലോ. ജയരാജൻ പറയുന്നത് നമുക്ക് കണക്കിലെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്ന് ഇത് പുറത്തു വരുന്നതിലൊരു വിഷമം ഉണ്ടായിരിക്കാം, സജിത്ത് പറഞ്ഞതുപോലെ. കാരണം ഉപതെരഞ്ഞെടുപ്പ് ദിവസമാണ്. തുടർച്ചയായിട്ട് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന EP ജയരാജൻ എന്ന ചിത്രം വന്നു കഴിഞ്ഞു. പക്ഷേ അടുത്ത ദിവസം പ്രസിദ്ധീകരിക്കാൻ ഇരുന്നതാണ്. മാത്രമല്ല, ഇതിനകത്ത് അദ്ദേഹം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്ന ഗുരുതരമായ കാര്യങ്ങൾ 162 പേജിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളാണ്. പ്രതിപക്ഷം എന്ത് പറയുന്നു അത് അതേപടി അദ്ദേഹം കോട്ട് ചെയ്യുകയാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയെക്കുറിച്ചും മന്ത്രിമാരെ കുറിച്ചും ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. ആ അഭിപ്രായം നിലനിർത്താനായില്ല
എന്ന് മാത്രമല്ല താരതമ്യേന ദുർബലരാണ് എന്ന തോന്നലും ജനങ്ങൾക്കിടയിൽ വളർന്നു. ഈ പറഞ്ഞതെല്ലാം മാധ്യമങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും പ്രചാരണമാണെങ്കിലും നാം എത്രത്തോളം തിരുത്തൽ വരുത്തുമെന്നതിനെയും ആശ്രയിച്ചായിരിക്കും അവരുടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ചെറിയ വീഴ്ച പോലും പർവ്വതീകരിക്കുന്ന ഈ കാലത്ത് സംഘടനാ രംഗത്തും ഭരണരംഗത്തും രാഷ്ട്രീയ നിലപാടുകളിലും അഭിലഷണീയമായ മാറ്റങ്ങൾ കൊണ്ടുവരികയും അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും വേണം. പറഞ്ഞു വരുന്നത് തിരുത്തൽ വരുത്തുമെന്ന് പറഞ്ഞാൽ പോരാ, തിരുത്തൽ വേണം.